ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലസേചന പദ്ധതിയാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുള്ള ഭാഗമാണ് ഈ ഭാഗം. ഇവിടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പൂരപ്പുഴ മോര്യ കാപ്പ് പദ്ധതി. ആ പദ്ധതിക്ക് 3 വർഷം മുമ്പ് വരെ ഫണ്ട് വകയിരുത്തിയതാണ്. പക്ഷേ ഇടത് വലത് മുന്നണി 2 മുന്നണികളിൽ മാറി വരച്ചിട്ടും ഇന്ന് വരെ ആ പദ്ധതിക്ക് ഒരു അനക്കം സംഭവിച്ചിട്ടില്ല. പദ്ധതി ഇതുവരെ വന്നിട്ടില്ല. ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്ന 10ഓളം പഞ്ചായത്തിന് കുടിവെള്ളം, അതുപോലെ തന്നെ നെൽ കർഷകർക്ക് ജലസേചന സൗകര്യം എന്നിവ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇതുവരെ 2 മുന്നണി ഭരിച്ചിട്ടും ഈ പദ്ധതി നടപ്പിലായിട്ടില്ല. പിണറായിൻ്റെ ദുർഭരണത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കളവേ പറയുള്ളൂ, അതുപോലെ കള്ളത്തരേ അയാൾ പറയുള്ളൂ. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾ സത്യം പറഞ്ഞിട്ടില്ല. അതുപോലെ കള്ളത്തരം, യുവാക്കളെ കള്ളത്തരം പഠിപ്പിക്കുകയാണ് അയാൾ. ഒരു നേതാവ് കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ തട്ട് വരെ എത്തും. അതിന് മാതൃകയാണ് മോദി. മോദി ലോകത്തിന് മാതൃകയാണ്. ഇന്ന് ലോകം അംഗീകരിച്ചപ്പെടുന്ന ഒരാളാണ് മോദി. നേരെ മറിച്ച് പിണറായി ചവറ്റ് കൊട്ടയിലിടണം. അതാണ് ആ രീതിയിലുള്ള ദുർഭരണം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട് പലരും ഭരിച്ചിട്ട് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു വികസനവും പിന്നെ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ കൂടുതൽ അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു നെറുകയിലേക്ക് ഭാരതത്തെ ഉയർത്തുന്ന ഒരു തരത്തിൽ ഒരു ആൺകുട്ടികളുടെ ഭരണം കണ്ടത് ശരിക്കും ഈ ഒരു 10 വർഷമാണ്. കാരണം നമ്മളെയൊക്കെ അവഗണിച്ചിരുന്ന ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അഭിമാനം കൊണ്ട്, അല്ലെങ്കിൽ ഭാരതം എന്ന് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ആശ്വാസം തോന്നുന്ന തരത്തിൽ ഭാരതത്തെ ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു 10 വർഷത്തെ നമ്മുടെ ഭരണം. എല്ലാവരുടെയും പട്ടിണി മാറ്റാനുള്ള വഴികൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അത് അവരിലേക്ക് എത്തിക്കേണ്ടത് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സർക്കാരുകളാണ്. അവർ പരാജയപ്പെടുമ്പോഴാണ് പട്ടിണി ഇവിടെ കൂടുന്നത്. പട്ടിണി മാറ്റാനുള്ള അന്ത്യയോജന, അന്നയോജന എന്ന് പറയുന്ന പദ്ധതികൾ ഒക്കെ കേന്ദ്ര സർക്കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരെന്ത് കൊടുക്കാനും തയ്യാറാണ്. പിന്നെ ഇന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ ജനങ്ങളിലേക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കിട്ടുന്നു. ഓരോ തരത്തിൽ പദ്ധതികളുടെ പേര് പറയാൻ പോലും പ്രയാസമാണ്. അത്രയധികം പദ്ധതികൾ, 300-ലധികം പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ വികസിക്കണമെങ്കിലും ശരി, പിന്നെ യുവാക്കൾക്കൊക്കെ ഏത് നിലവാരത്തിൽ ഉയരാനും പറ്റുന്ന തരത്തിലാണ് നമ്മുടെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.